മാന്നാർ കൊലപാതകം അനിലിന് രക്തസമ്മർദ്ദം കൂടി കലയുടെ സുഹൃത്തിനെയും കണ്ടെത്തി. കലയെ കൊലപ്പെടുത്തിയ കേസിൽ കൂട്ടുപ്രതികൾ പിടിയിലായതറിഞ്ഞ് ഒന്നാം പ്രതി അനിലിന് രക്തസമ്മർദ്ദം കൂടിയെന്നും മൂക്കിൽ നിന്ന് രക്തം വന്നെന്നും വിവരം. ബന്ധുക്കളായ 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തെന്നും വീട്ടിലെ സെപ്റ്റിക് ടാങ്ക് തുറന്ന് പരിശോധിക്കുമെന്നും ബന്ധുക്കളിൽ നിന്നും അനിൽ അറിഞ്ഞിരുന്നു. തുടർന്നാണ് രക്തസമ്മർദ്ദം കൂടിയതെന്നുമാണ് വിവരം. ഇക്കാര്യം ഇസ്രായേലിൽ അനിൽ ചികിത്സ തേടിയ ആശുപത്രിയിലെ ഡോക്ടർമാരാണ് ബന്ധുക്കളെ അറിയിച്ചതെന്നും പോലീസ് പറഞ്ഞു. കലാവധക്കേസിലെ ഒന്നാം പ്രതിയായ അനിലിനെ ഇസ്രായേലിൽ നിന്ന് എത്തിക്കുവാൻ പോലീസിന് മുന്നിൽ കടമ്പകൾ ഏറെയാണ്. സംസ്ഥാന പോലീസ് മുതൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പും ഇന്റർപോളും വരെ ഉൾപ്പെടുന്ന നടപടികൾ സങ്കീർണവും ഏറെ സമയമെടുക്കുന്നതുമാണ്. അനിലിനെ സ്വയം നാട്ടിലെത്തിക്കാനാകുമോ എന്ന വഴിയാകും പോലീസ് ആദ്യം അന്വേഷിക്കുക. അനിൽ സ്വമേധയാ നാട്ടിലെത്തുവാൻ തയ്യാറായാൽ മറ്റ് നടപടിക്രമങ്ങളും നൂലാമാലകളും ഒഴിവാക്കാം. സർക്കാർ തലത്തിലെ നടപടികളിലൂടെ നാട്ടിലെത്തിക്കുവാൻ ആദ്യം ബ്ലൂ കോർണർ തിരച്ചിൽ നോട്ടീസും പിന്നീട് റെഡ് കോർണർ നോട്ടീസും പുറപ്പെടുവിക്കണം. ഇന്റർപോളാണ് റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കേണ്ടുന്നത്. ഇതിന്റെ ആദ്യഘട്ടമായി പോലീസ് തിരച്ചിൽ സർക്കുലർ പുറത്തിറക്കണം. പിന്നീട് കോടതി വഴി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച ശേഷം റെഡ് കോർണർ നോട്ടീസിനുള്ള പോലീസിന്റെ അഭ്യർത്ഥന കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് കൈമാറണം. ഇന്റർപോളിന്റെ ഇന്ത്യയിലെ നോഡൽ ഏജൻസിയായ CBI ആണ് റെഡ് കോർണർ നോട്ടീസ് ഇറക്കുവാൻ ശുപാർശ ചെയ്യേണ്ടത്. ഈ ശുപാർശ ഇന്റർപോളിന്റെ ജനറൽ സെക്രട്ടേറിയറ്റ് നിയോഗിക്കുന്ന പ്രത്യേക ദൗത്യസമിതി പരിശോധിച്ച ശേഷം മാത്രമാണ് നോട്ടീസ് പുറപ്പെടുവിക്കുന്നത്. അതുപോലെ കലയുടെ കൊലപാതകം അന്വേഷിക്കുന്ന പോലീസ് സംഘം വിപുലീകരിച്ചു. ചെങ്ങന്നൂർ DYSPയുടെ നേതൃത്വത്തിൽ മാന്നാർ, അമ്പലപ്പുഴ സ്റ്റേഷനുകളിലെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി 21 സംഘമാണ് ഇന്നലെ രൂപീകരിച്ചത്. കലയുടെ സുഹൃത്തായ മാന്നാർ കുട്ടമ്പേരൂർ സ്വദേശിയെ പോലീസ് ഇന്നലെ ചോദ്യം ചെയ്തു. കലയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന് ഇയാൾ സമ്മതിച്ചതായാണ് വിവരം. ഇയാളുമായുള്ള ബന്ധത്തിന്റെ പേരിലാണ് അനിലും കലയും തമ്മിൽ അകന്നു നിന്നാണ് പോലീസിന്റെ നിഗമനം. കല മറ്റൊരാളോടൊപ്പം പാലക്കാട്ടേക്ക് പോയെന്ന് അവരെ കാണാതായ ശേഷം നാട്ടിൽ പ്രചരണമുണ്ടായി. അതിനു പിന്നിൽ ആരാണെന്നും വ്യക്തമല്ല. ഈ പ്രചരണം കലയുടെ ബന്ധുക്കൾ ഉൾപ്പെടെ വിശ്വസിക്കുകയും ചെയ്തു. ഒന്നാം പ്രതി അനിലിന്റെ പിതാവ് തങ്കച്ചൻ, മാതാവ് മണിയമ്മ, അനിലിന്റെ ഇപ്പോഴത്തെ ഭാര്യ ശുഭ എന്നിവരെയും മാന്നാർ പോലീസ് 1 മണിക്കൂറോളം ഇന്നലെ ചോദ്യം ചെയ്തു. അനിലിന്റെ വീട്ടിലെ അടച്ചിട്ട മുറിയിലായിരുന്നു പോലീസ് വിവരങ്ങൾ തേടിയത്. പഞ്ചായത്ത് അംഗം പുഷ്പ ശശികുമാറിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു. തന്റെ വാർഡിലാണ് സംഭവം നടന്നതെന്നും പ്രതികളെ നേരിട്ടറിയാമെന്നും കൊലപാതക വിവരം ഇപ്പോഴാണ് അറിയുന്നതെന്നും പഞ്ചായത്ത് അംഗം പോലീസിനെ അറിയിച്ചു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.